സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ബഹുമാനപ്പെട്ട കനിഷ്ഠസഭയുടെ സ്നേഹ ശുശ്രൂഷകളാലും അവസാന നാളുകളിൽ അമ്മ വളരെ ബോധപൂർവം സന്തോഷത്തോടെ സ്വീകരിച്ച സഹനത്തിൽ നിന്നും ഉയർന്ന പ്രാർത്ഥനകളാലും ധന്യരായ ആരാധനാ സമൂഹവും അമ്മയുടെ പ്രിയപ്പെട്ട വാളിപ്ലാക്കൽ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ഇന്ന് ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ബഹുമാനപ്പെട്ട അമ്മയെ ഓർമ്മിക്കുക. കഠിനാധ്വാനം മുഖമുദ്രയാക്കിക്കൊണ്ട് തന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ദിവ്യകാരുണ്യ ഈശോയെ പകർന്നു നൽകി നമുക്ക് മുമ്പേ തന്റെ പ്രിയ മണവാളനിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കനിഷ്ഠസമ്മയുടെ മായാത്ത ഓർമ്മകൾ ഈ ഭവനാംഗമായ സിസ്റ്റർ ആൻസി കൂട്ടുമേക്കളം എളിമയും ശാന്തതയും നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ എന്ന ദിവ്യനാഥന്റെ ആഹ്വാനം സ്വജീവിതത്തിൽ അലിയിച്ചു ചേർത്ത പുണ്യാത്മാവ് സഹനം സ്നേഹമാണെന്ന് നിശബ്ദം ശ്രദ്ധിച്ച ദിവികാരുണ്യത്തിന്റെ ഇഷ്ടപ്രയസി അവരുടെ വേദനകൾ സ്വന്തം വേദനകളായി കണ്ട് ചെറുപുഞ്ചിരിയുടെ നൈർമല്യം അലിയിച്ചു ചേർത്ത് കാരുണ്യത്തിന്റെ കാവലാളായി മാറിയ ധന്യാത്മാവ് സ്വർഗം ഇന്ന് സന്തോഷിക്കുകയാണ്. തന്നെ ഏൽപ്പിച്ച ജോലി മനോഹരമായി പൂർത്തിയാക്കി സ്വർഗം പോകുന്ന ബഹുമാനപ്പെട്ട കനിഷ്ഠസഭയെ നോക്കി പാലാരൂപതയിൽ വിശുദ്ധിയുടെ പരിമളം വിതറി നിൽക്കുന്ന ഭരണജ്ഞാനം ഇടവകയിൽ വാളിപ്ലാക്കൽ പീടികയിൽ ജോസഫിന്റെയും റോസിന്റെയും 5 മക്കളിൽ മൂന്നാമത്തെ സന്താനമായി 12/1/1933 ഏലിയാമ്മ പൂജാതയായി. 18/1/1933 പ്രസിദ്ധമായ ഭരണജ്ഞാന പള്ളിയിൽ മാമോദീസ സ്വീകരിച്ച് വിശുദ്ധിയുടെ നാൾവഴികളിലേക്ക് യാത്ര ആരംഭിച്ചു. ഔദ്യോഗിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത് 12/5/1955 പ്രഥമ വ്രതവാഗ്ദാനവും 13/5/1959 നിത്യവ്രത വാഗ്ദാനവും നടത്തി ദിവികാരുണ്യ ഉടമ്പടിയിൽ അമ്മ ഒപ്പുവെച്ചു. ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിൽ ആഴമായ തീക്ഷ്ണതയും വിശുദ്ധിയും സ്വന്തമാക്കി ദിവികാരുണ്യ പ്രഭ പരത്താൻ ദിവ്യകാരുണ്യമായി മാറാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. തുരുത്തി, എടത്തുവ, എലിക്കുളം, ഇളംകുളം, മല്ലപ്പള്ളി, വണ്ടൻമേട്, മാമൂട്, വാഴപ്പള്ളി, ഏറ്റുമാനൂർ,
കുളത്തൂർ, ഇടയ്ക്കിപ്പുഴ എന്നീ ഭാരങ്ങളിൽ സുപ്പീരിയർ, ഫിനാൻസ് ഓഫീസർ, ഹോസ്റ്റൽ വാർഡൻ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചു. പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ ഇന്നിന്റെ യുവതലമുറയ്ക്ക് കലിസ്ത സഭയുടെ ജീവിതം ഒരു പാഠമാണ്. യാതൊരു ആവലാതികളുമില്ലാതെ സഹനത്തിന്റെ കിടക്കയിൽ പുഞ്ചിരി തൂക്കി സ്വർഗത്തെ നോക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന അമ്മയെ നമുക്ക് വിസ്മരിക്കാനാവില്ല. വേദനയുണ്ടോ അമ്മ എന്ന ചോദ്യത്തിന് കളങ്കമില്ലാത്ത സഹനങ്ങളെ ആനന്ദമാക്കി മാറ്റുന്ന ഹൃദ്യമായ ഒരു പുഞ്ചിരിയാകും മറുപടി. നിത്യനിശബ്ദനായ തന്റെ ദിവ്യ മണവാളന് മുമ്പിൽ സർവവും മറന്ന് അവിടുത്തെ ലയിച്ചിരിക്കുന്ന, പ്രാർത്ഥനയിൽ ദീർഘസമയം അവിടുത്തോടൊന്നായിരിക്കുന്ന അമ്മ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉദാത്ത മാതൃകയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കർത്തൃചൈതന്യം ആഴത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ സ്വായത്തമാക്കാനും കഴിയൂ. സഹോദരങ്ങളുടെ നൊമ്പരങ്ങൾ തന്റെ വേദനകളായി കണ്ട് ആശ്വാസത്തിന്റെ കരം നീട്ടുന്ന അമ്മ വാത്സല്യം. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് 100% ആത്മാർത്ഥത പുലർത്തിയ കർത്താവിന്റെ വിശ്വസ്തദാസി. യാദൃശ്ചികമായി വന്നു ചേർന്ന സഹനത്തെ പുഞ്ചിരിയിലൊതുക്കി കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് വിശുദ്ധിയുടെ നൈർമല്യം പരത്തിയ സഹനപുത്രി. പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിത വഴികളിൽ കർത്താവിനെ ഏക ആശ്രയവും ഏക സമ്പത്തുമായി കണ്ട യഥാർത്ഥ സന്യാസി. ശിഷ്യഗണങ്ങൾക്കിടയിൽ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്ന ഉത്തമ മാതൃകകളാൽ ജീവിതം സന്ദേശമാക്കിയ ദിവ്യകാരുണ്യത്തിന്റെ പ്രിയപുത്രി. സ്നേഹമുള്ള കലിസ്ത സമയം സ്വർഗം എന്ന അമ്മയെ വരവേൽക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്കായി ഈശോയുടെ പക്കൽ മാധ്യസ്ഥ്യം വഹിക്കണമേ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ലോകത്തിന്, തിരുസഭയ്ക്ക് വളരെ പ്രത്യേകമായും ആരാധനാ സന്യാസിനി സമൂഹത്തിന് ദാനമായി സമ്മാനമായി കലിസ്ത സമയം നൽകി ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഏറെ നന്ദിയോടെയും സ്നേഹത്തോടെയും ആരാധനാ സന്യാസിനി സമൂഹം ഒന്നാകെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അനുസ്മരിക്കുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന അമ്മയുടെ ബാല്യകാല സഖിയും നാത്തൂനുമായ മേരിക്കുട്ടിയമ്മച്ചിയെയും അമ്മയുടെ സഹോദരങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, മറ്റു കുടുംബാംഗങ്ങളെവരെയും നന്ദിയോടെ ഓർക്കുന്നു. അമ്മയുടെ രോഗാവസ്ഥയിൽ അമ്മയെ സന്ദർശിച്ച് സ്നേഹം പങ്കുവച്ച അമ്മയുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ രോഗാവസ്ഥയിൽ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും അമ്മയെ ശുശ്രൂഷിച്ച സിസ്റ്റർ റോസ്ലിൻ ചെത്തിപ്പുഴയെ ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ശാന്തവും സൗമ്യവും ഹൃദ്യവുമായ ജീവിതത്തിലൂടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ വിശുദ്ധിയുടെ പ്രഭ പരത്തി സ്വർഗമാകുന്ന ഗൃഹത്തിലേക്ക് ഇന്നലെ 10 PM ബഹുമാനപ്പെട്ട പ്രോത്സാഹനയുടെയും സഹോദരങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായ മണിക്കൂറിൽ അമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാഞ്ജലികൾ. ബഹുമാനപ്പെട്ട കലിസ്റ്റസമ്മയുടെ സുഹൃതം നിറഞ്ഞ ജീവിതത്തെ നമുക്ക് മുമ്പിൽ പകരുന്നത് മാമൂട് ലൂർദ് മാതാപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോൺ വി തടത്തിലച്ഛനാണ്. അച്ഛനെ ഞങ്ങൾ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ജോസഫ് മാണിക്കൽ ആരാധനാസഭയുടെ പ്രൊഫഷൻ സിസ്റ്റർ പ്രൊഫഷൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മിൽ നിന്ന് കടന്നു പോകുന്ന സിസ്റ്റർ മേരി, കലിസ്റ്റസിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭരണങ്ങാനത്ത് വാളിപ്പുളക്കൽ പീടികയിൽ കുടുംബത്തിൽ ജനിച്ച മേരി കലിസ്റ്റസ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളോട് സഹകരിച്ച് തൻ്റെ ജീവിതം പൂർത്തിയാക്കി ഇന്ന് നിത്യപിതാവിൻ്റെ പകലിൽ കടന്നു പോവുകയാണ്. നമുക്ക് ഈ വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററിനെ പ്രാർത്ഥനാപൂർവ്വം ദിവസത്തിലേക്ക് യാത്രയാക്കണം. അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു നോക്കി അമ്മ ജീവിച്ച ആ ജീവിത വഴികൾ കണ്ട് അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയും ജീവിതം അനുഗ്രഹമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സഹസന്യാസിമാർക്കൊക്കെ അമ്മയെക്കുറിച്ച് ധാരാളമായിട്ട് അറിഞ്ഞവരുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഭരണങ്ങാനത്ത് ഇടപ്പാടിയിൽ
പാളിപ്രാക്കൽ കുടുംബത്തിൽ ജനിച്ച സിസ്റ്ററിൻ്റെ ആ കുടുംബ സാഹചര്യങ്ങൾ വളരെയേറെ സിസ്റ്ററിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വിളി സ്വീകരിക്കുവാനായിട്ട് 1947 ഭരണങ്ങാനത്ത് തുടക്കമിട്ട ചെറുപുഴ മിഷൻ ലീഗിന്റെ ചൈതന്യം തീർച്ചയായിട്ടും സിസ്റ്ററിലേക്ക് പ്രചോദനമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഭരണങ്ങാനത്ത് എന്ന ഭാഗ്യമോടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്ന വീട്ടിൽ നിന്ന് ആയിരങ്ങൾക്ക് നന്മകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അൽഫോൻസാമയുടെ ആ ജീവിതം കൊണ്ട് ധന്യമായ ഭരണകാലത്ത് ആ പ്രദേശത്ത് 1947 തുടക്കമിട്ടതാണ് ചെറുപുഴ മിഷൻ ലീഗ്. സിസ്റ്ററിന് 12 വയസ്സായപ്പോൾ തുടക്കമിട്ട മിഷൻ ലീഗിന്റെ ചൈതന്യം തീർച്ചയായിട്ടും സിസ്റ്ററിലേക്ക് കടന്നു വന്നു. ചിന്തിക്കാൻ കാര്യം മിഷൻ ലീഗിന്റെ മുദ്രാവാക്യം സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നുള്ളതാണ്. അമ്മയുടെ ജീവിതം മൊത്തം പരിശോധിക്കുകയാണ്. ഈ 4 പുണ്യങ്ങൾ മിഷൻ ലീഗിന്റെ ആ മുദ്രാവാക്യം അല്ലെങ്കിൽ മിഷൻ ലീഗിന്റെ ചൈതന്യം അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നതാണ്. അത് ഭരണങ്ങാനത്തിന്റെ ചൈതന്യമായി അമ്മ സ്വന്തമാക്കി. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ നിന്ന്, പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ഒക്കെയുള്ള ആ കുടുംബത്തിൽ ലഭിച്ച ചൈതന്യമാണ് അമ്മയെ മുന്നോട്ട് നയിച്ചത്. അതുപോലെ ഈ അമ്മയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അൽഫോൻസാമയെ കുറിച്ച് മാറുന്നുണ്ട്. അൽഫോൻസാമയും ജീവിതത്തിൽ ഒത്തിരി ഒരുപക്ഷെ അനുകരിക്കുവാൻ അൽഫോൻസാമയുടെ ജീവിതം ഒരു പ്രചോദനമായി സ്വീകരിക്കുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടാവും. അൽഫോൻസാമ എപ്പോഴും സഹനങ്ങളുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എല്ലാവരെയും കരുതലോടെ കാണുന്ന കരുതലിന്റെ കാരുണ്യത്തിന്റെ ഒരു അമ്മയായി. അതുകൊണ്ട് മുഖത്തെപ്പോഴും സന്തോഷമുണ്ട്. പക്ഷേ സഹനങ്ങളും വേദനകളും ക്ലേശങ്ങളും ഒക്കെ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രോഗങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ സഹനങ്ങളുടെ ഒക്കെ നടുവിലും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ സാധിച്ചൊരമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൈസമ്മ. അതുപോലെ തന്നെക്കാൾ കൂടുതലായി മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കും, എങ്ങനെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും എപ്പോഴും കണ്ടെത്തി അതിന് ശ്രമിച്ചിരുന്ന അമ്മയാണ്. ഓരോരുത്തരും അമ്മയോടൊത്ത് ജീവിച്ചിരുന്ന ഓരോരുത്തർക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. തന്നെക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ, തന്നാൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് കരുതലോടെ നോക്കി അതിനെ സഹായിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിത്വമായ അമ്മയുടെ. അതുപോലെ രോഗങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പരാതികളും പരിഭവവും ഇല്ലാതെ അവിടെയൊക്കെ സന്തോഷവും ആശ്വാസവും കണ്ടെത്താനായിട്ട് ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് തിരിഞ്ഞ് ദിവ്യകാരുണ്യ സന്നിധിയിൽ നേരെ പ്രാർത്ഥിച്ച് ശക്തി നേടി ജീവിച്ചതാണ്. ദിവ്യകാരുണ്യനാഥനുമായിട്ടുള്ള വലിയ ബന്ധം അമ്മയ്ക്ക് ജീവിത വഴികളിൽ ഈ സഹനങ്ങളെയും ക്ലേശങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ജീവിച്ച സഹന വഴികളിലൂടെയും ത്യാഗങ്ങളുടെ വഴികളിലൂടെയും ഒക്കെ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതം ഒരു ഒരുക്കമാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി നിത്യതയിലേക്കുള്ള ആ നിക്ഷേപങ്ങൾ കരുതുകയായിരുന്നു അമ്മയുടെ ജീവിതത്തിലൂടെ. അധ്യാപികയായിട്ട് അനേകർക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു നൽകി. അനേകം വിദ്യാർത്ഥികൾക്ക് അമ്മയുടെ ആ നല്ല അധ്യാപനത്തിലൂടെ വിദ്യാഭ്യാസം നൽകാനായിട്ട് സാധിച്ചു. അതുപോലെ പല ഈ സന്യാസി സഭയുടെ ഈ പ്രൊവിൻസിന്റെയും കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിന്റെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വണ്ടംമേടിലും കിഴക്കൻ പ്രദേശങ്ങളിലും ഒക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ആരാധന മഠങ്ങളിലും അമ്മ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം സുപ്പീരിയറായിട്ട് അല്ലെങ്കിൽ വാർഡനായിട്ട് ഇങ്ങനെ ഓരോ തരത്തിൽ പ്രൊപ്പറേറ്ററായിട്ട് ഒക്കെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നിറവേറ്റിക്കൊണ്ട് കടന്നുപോയ സിസ്റ്ററാണ്. അതുകൊണ്ട് സ്നേഹം എല്ലാവരും ഉണ്ടായിരുന്നു, ത്യാഗമുണ്ടായിരുന്നു, ജീവിതത്തിലുടനീളം ത്യാഗം നിറഞ്ഞു, സഹനമുണ്ടായിരുന്നു. ഈ മിഷൻ ലീഗിന്റെ ആ 4 പുണ്യങ്ങളും സ്നേഹവും സഹനവും ത്യാഗവും എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ച ഭരണങ്ങാനത്തിന്റെ ഈ പൊന്നുമകൾക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആശംസകൾ നേരാം. അമ്മയുടെ ആ ധന്യമായ ജീവിതം നമുക്ക് മുമ്പിൽ
നല്ല ഒരു പ്രചോദനമായിട്ട് നിലകൊള്ളുകയാണ്. ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ഈ ലോകത്തോട് വിട പറഞ്ഞ് നിത്യമായ ആഹ്വാനത്തിൽ എത്തിച്ചേരേണ്ടതാണ്. മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഓരോ മരണവും ഈ ലോക ജീവിതത്തെ വിലയിരുത്താനും കുറവുകളും പോരായ്മകളും കണ്ടെത്താനും തിരുത്താനും ദൈവസന്നിധിയിലേക്ക് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ കടന്നു ചെന്ന് ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതാണ്. ഇന്ന് ഈ സന്യസ്ത ജീവിതത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ കുറിക്കുമ്പോൾ സന്യാസിനികളായ ഓരോരുത്തർക്കും ആ ജീവിതം നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ സന്യാസ ജീവിതം ഏറ്റവും നൈർമല്യത്തോടുകൂടി നയിക്കാൻ, ത്യാഗോജ്വലമായി നയിക്കാൻ ഒക്കെയുള്ള ആ പ്രചോദനമാണ് ഉണ്ടാവേണ്ടത്. ഇത് 1933 ജനിച്ച, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജനിച്ച അമ്മയാണ്. 89 വയസ്സാവുന്നത്. അന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ചൈതന്യം അത്ര തീക്ഷ്ണമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ വീട്ടിലും 1-2 പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഇന്ന് ആ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വാധീനം കുറഞ്ഞു വരുന്നു. അതുപോലെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വരുമ്പോൾ ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്ക് തിന്മയുടെ സ്വാധീനം ഏറി വരികയാണ്, സ്വാർത്ഥതയുടെ സ്വാധീനം ഏറി വരികയാണ്. ഞാൻ എന്ന ഭാവവും എന്റെ എന്നുള്ള ചിന്തകളുമൊക്കെ കടന്നു വരികയാണ്. അത് ലോകത്തിലെ എല്ലായിടത്തുമുള്ള പോലെ സന്യാസികളുടെ ഇടയിലും നമ്മുടെ ഓരോരുത്തരുടെ ഇടയിലും കടന്നു വരികയാണ്. ഇതൊരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. എത്ര സ്വാധീനം, തിന്മയുടെ സ്വാധീനം പുറത്തുനിന്നുണ്ടായാലും അതിനെ ചെറുത്തോൽപ്പിക്കാനായിട്ട്, നിസ്വാർത്ഥമായ ത്യാഗോജ്വലമായ അർപ്പിത ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ധന്യമായ ഈ ജീവിതത്തിന് നമ്മൾ വിട ചൊല്ലുമ്പോൾ ഈ സന്യാസ ജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എങ്ങനെ എത്രമാത്രം ത്യാഗോജ്വലമായി എന്റെ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് എന്റെ അധികാരികൾക്ക് കീഴൊഴുകി ആ വ്രതത്രയങ്ങൾ ഏറ്റവും നന്നായി പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു സന്യാസിനിയായി ഞാൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അനേകർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് ജീവിതം നവീകരിക്കാനായിട്ടുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ കനിഷ്ഠ സഭ നമുക്ക് നൽകുക. കടന്നു പോകുമ്പോൾ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഓർമ്മ പൂർത്തിയാക്കി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നീതിമാനായ കർത്താവ് എന്റെ നിത്യജീവിതത്തിന്റെ കിരീടം അണിയിക്കട്ടെ എന്ന് കടന്നു പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ കിരീടം നേടാനായിട്ടുള്ള യാത്രയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾക്ക് അഭിമാനിക്കാം. ധന്യമായൊരു ജീവിതം, ധന്യമായൊരു സന്യസ്ത ജീവിതം നയിച്ചുകൊണ്ട് വിട പറയുന്ന ഈ കുടുംബാംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം. ധന്യമായിരുന്ന ജീവിതം, ആ സമർപ്പിത ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഏറ്റവും നല്ല സാക്ഷി നൽകിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം വിശ്വാസപൂർവ്വം ഈശോമിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരാളെ സന്യാസ സഭയിലേക്ക്, ഈ ആരാധന സഭയിലേക്ക് സമ്മാനിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ അമ്മയുടെ മാതാപിതാക്കളുടെയും ആ കുടുംബത്തിന്റെയും ഒക്കെ നന്മയാണ്. ആ പാരമ്പര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതുപോലെ ഇനി ധാരാളം ദൈവങ്ങളിൽ ഉണ്ടാവുവാനായിട്ട് ഇതൊരു പ്രചോദനമാവണം. കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും വഴിയിൽ വളർത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ അമ്മയെ ഓർക്കുമ്പോൾ, ആദരവോടെ ഓർക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയും ധാരാളം നല്ല ദൈവങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സന്യാസത്തോടും പൗരോഹിത്യത്തോടും സമർപ്പിത ജീവിതത്തോടും ഒക്കെ ആദരവും സ്നേഹവും പുലർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഓർക്കുക. അങ്ങനെ നല്ല ഈ ജീവിതം നമുക്കെല്ലാം ജീവിത നവീകരണത്തിന് പ്രചോദനമാവട്ടെ. വേർപാടിന്റെ ഈ വേളയിൽ തീർച്ചയായിട്ടും വേദനയുണ്ട്. ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ഈശോ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി ജീവിച്ച് ദൈവസ്ഥത്തിലേക്ക് പോകുന്ന അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ സ്വർഗീയ മണവാള് തന്റെ എല്ലാ ആദരവും നൽകി, എല്ലാ സ്നേഹവും നൽകി സ്വർഗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കുമെന്ന് നമുക്ക് ന്യായമായിട്ട് പ്രത്യാശിക്കാം. ജീവിതകാലത്ത് ഏതെങ്കിലും പോരായ്മകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കരുണയോടെ ക്ഷണിച്ച അമ്മയെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മയുടെ വേർപാട് ദുഃഖിതരായിരുന്ന ഈ സന്യാസ സമൂഹത്തിലും ഈശോയുടെ സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രാർത്ഥന നേരുന്നു.
ഈ അമ്മയ്ക്ക് നിത്യസൗഭാഗ്യം നന്നുകൊണ്ട് എന്നെ വാങ്ങിച്ചു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത.